എല്ലാവർക്കും പത്രമരലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ആദ്യം തന്നെ കാണിക്കുക നന്ദാവനാണ് കേട്ടോ. അപ്പോൾ ദേവേനയും എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, പണ്ടത്തെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കനക പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സിനിമ കാണാൻ പോയ സമയത്തൊക്കെ അവളെ ശല്യപ്പെടുത്തിയതും അതിൻ്റെ പേരിൽ പോലീസിൽ കേസ് കൊടുത്തതും പിന്നെ അവർ കുറേ പിറകെ നടന്ന് കേസ് പിൻവലിക്കാൻ വേണ്ടി പിറകെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് പിന്നെ ഞാൻ തീരുമാനിച്ചത്, എന്തായാലും ഇനി ഉണ്ടാകുന്ന കുഞ്ഞിനെ ഇതെല്ലാം കരോട്ടയും അതുപോലെ തന്നെ ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഇപ്പം അവൾക്കും നല്ല താല്പര്യമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനയും പറയുന്നുണ്ട്, അതുകൊണ്ടിപ്പോൾ നല്ല ഉപകാരമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനക പറയുന്നുണ്ട്, പണ്ടാണെങ്കിൽ ഇതിന് ഇരട്ടി വെച്ചിട്ട് എന്നും കേസും വഴക്കുമൊക്കെ ആയിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഈ നവിയുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആമ്പിള്ളേരെയൊക്കെ നന്ദു തല്ലിയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ പുറകെ ശല്യപ്പെടുത്തുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ നന്ദുവിൻ്റെ അടുത്ത് പരാതി പറയുമ്പോൾ ഇവളും ഇവളെ ഫ്രണ്ട്സും കൂടെയൊക്കെ ചെന്നിട്ട് അവരെയൊക്കെ ഒരുപാട് തല്ലിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തതായിട്ട് കാണിക്കുക അനിയാണ് കേട്ടോ. അനിയാണെങ്കിൽ നന്ദുവിൻ്റെ വീടിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ നന്ദുവിനെ കാണാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനിലാണ് അനിയും. അതുപോലെ തന്നെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിചാരിക്കുന്നത് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം, എന്തായാലും ഞാൻ നന്ദുവിനെ കണ്ടിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വരുന്ന സമയത്താണ് അനി നോക്കുമ്പോൾ വല്യമ്മയുടെ കാറാണ് കിടക്കുന്നത്. അപ്പോൾ വല്യമ്മ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി എന്ത് പറ്റിയാന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അനി ഇങ്ങ് തിരിച്ചു പോവുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ ആലോചിക്കുന്നുണ്ട്, എന്തിനായിരിക്കും വല്യമ്മ അവിടെ വന്നത്, എന്തായാലും അവരെയൊക്കെ വെറുക്കുന്ന വല്യമ്മ എന്തിനായിരിക്കും ഇവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുക ആദർശിനെയാണ്. ആദർശാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടേക്ക് ജയം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇന്ന് നിൻ്റെ അമ്മ അമ്പലത്തിലേക്ക് പോയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ അമ്പലത്തിലൊന്നും അല്ല പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം പിന്നെ എവിടെയാണ് പോയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല അച്ഛൻ, നമ്മളെ എല്ലാവരും കൂടെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ മാത്രമല്ല, അമ്മ അഭിനയിക്കുന്നത് മാത്രമല്ല, ഇപ്പം അതിൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചോദിക്കുന്നുണ്ട്, വേറൊരാളോ, ആരായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് അച്ഛൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും പറയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിൽ പറയുന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഇളയച്ചനെയും കൂട്ടിയിട്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് കാര്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ സീരിയസ് കാര്യമാണ്, എന്തായാലും നീ അച്ഛൻ പോയി വിളിച്ചുകൊണ്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ ആദർശും ജയനും അതുപോലെ തന്നെ അജയനൊക്കെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ജയൻ പറയാണ്, അച്ഛനോട് എന്തോ അവന് പറയണോ എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തൊക്കെയോ പറയാനുണ്ടെന്ന് മനസ്സിലായി, കുറച്ച് ദിവസങ്ങളായിട്ട് നീ എന്തൊക്കെയോ മനസ്സിലിട്ട് കൊണ്ട് നടക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ മൂർത്തി സാറും പറയും കേട്ടോ. അപ്പോൾ പറയാം, അതെല്ലാം ഞാൻ ഇന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ് മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. എന്നിട്ട് പറയും, നിനക്ക് എന്തുണ്ടെങ്കിലും പറയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മുത്തശ്ശ അതിപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും പറയും, എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയാം, അമ്മ എവിടെ പോയതാണെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും, ഇല്ല അവൾ അമ്പലത്തിലല്ലേ പോയത് എന്നിങ്ങനെ പറയുമ്പോൾ, അമ്മ അമ്പലത്തിലേക്കൊന്നും അല്ല പോയത്, പിന്നെ നയനയുടെ വീട്ടിലേക്കാണ് പോയതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, നയനയുടെ വീട്ടിലേക്കോ, അതിനങ്ങനെ എന്തായാലും പോകാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും പറയും, അവർ തമ്മിൽ ഇങ്ങനെ ഒരിക്കലും സ്നേഹിക്കില്ലല്ലോ, പിന്നെ ഇങ്ങനെ അവരങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആര് പറഞ്ഞു അവർ തമ്മിൽ സ്നേഹിച്ചിട്ടില്ല എന്ന്, ഇപ്പോൾ അവർ നമ്മുടെ മുമ്പേ ഒരുപാട് നാടകങ്ങൾ കളിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. മുമ്പ് അവർ തമ്മിൽ ഒരുമിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ജയം ചോദിക്കുകയാണ്, അത് നയനയാണോ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല നയനയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം
ശേഷമോ അവളെ ഞാൻ സ്നേഹിച്ച് തുടങ്ങിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യം മാത്രം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് അവൾ എന്നെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇത് ഞാൻ എൻ്റെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വിഷുവിന് ഇങ്ങനെ പോയ കാര്യങ്ങളും നയനയുടെ വീട്ടിൽ ദേവേനി ഇങ്ങനെ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ഇനി മുത്തശ്ശൻ പറയും എന്താണ് തീരുമാനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിൻ്റെ പേരിൽ എനിക്ക് നയനയോട് നല്ല നീരസം തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ ഇവിടെ ആരും കള്ളങ്ങളൊന്നും പറയാറില്ല. അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇപ്പോൾ അമ്മയുടെ സർജറിയുടെ കാര്യം മാത്രമാണ് അമ്മയിൽ നിന്ന് മറച്ചു വെച്ചത്. കരൾ കൊടുത്തത് നയനയാണെന്ന് അറിയിക്കാത്തത്. അത് വേറൊന്നും കൊണ്ടല്ല, അത് അറിഞ്ഞ അമ്മ സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട് എന്തായാലും ദേവയാനിയും നയനയും ഒന്നിക്കണമെന്നല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനിപ്പോൾ അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതിന് അവർ തമ്മിൽ ഒരുമിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരെങ്കിലും നയനയെ വല്ലതും പറയുമോ, അല്ലെങ്കിൽ നമ്മൾ അവളെ ഒറ്റപ്പെടുത്തുമോ, എന്തെങ്കിലും ചെയ്യുമോ? നമുക്ക് സന്തോഷമല്ലേ ആവുള്ളൂ. എന്നിട്ട് പോലും അവളെ ഇക്കാര്യം എന്നോട് പറഞ്ഞില്ല. അമ്മ പറഞ്ഞില്ലെന്ന് വെച്ചാൽ അതുപോട്ടെ, അതിനുള്ള വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. കാര്യം അമ്മ ഇത്രയും നാളും നയനെ അങ്ങനെയല്ലേ വെറുത്തിരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് ചിലപ്പം പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്തായാലും തെറ്റ് തന്നെയാണ് നയന നിന്നോട് പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഇനി എല്ലാവരും അച്ഛനും അതുപോലെ തന്നെ ഇളയച്ചനും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. നയന ഇങ്ങനെ കള്ളം പറഞ്ഞാൽ അതെന്തായാലും അതിനുള്ള തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ അത് അവൾക്ക് അറിയണ്ടേ, അത് തെറ്റാണെന്ന്. അതിന് എൻ്റെ കൂടെ തന്നെ നിൽക്കണം പക്ഷേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയണം എങ്കിൽ എന്തെന്ന് വെച്ചാൽ നീ ചെയ്തത് നിൻ്റെ കൂടെ ഞങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛനും പറയുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീയല്ലേ നിയന്ത്രിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴും മുത്തശ്ശനെക്കാട്ടിയും ഒരുപാട് താഴെ തന്നെയാണ് ഞാൻ. പക്ഷേ മുത്തശ്ശൻ നയനയുടെ അടുത്ത് മിണ്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മിണ്ടുക തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിൻ്റെ കൂടെ ഞാൻ നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശ് പറയണേ ഒരുപാട് ചീറ്റിംഗ് ആയിപ്പോയി നയന എന്നോട് കാണിച്ചത്. ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് നയന ഇത് എന്നോട് പറയാൻ എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജയനോട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇനിയിപ്പോൾ ഒരുമിപ്പിക്കാൻ നോക്കിയാലും അത് നയനയും ആദർശം തമ്മിൽ അത് ഒരുപാട് അകർന്നു പോകതേ ഉള്ളൂ. കാര്യം അവൻ്റെ മനസ്സിൽ അത് അത്രയ്ക്കൊരു വിഷമമായിപ്പോയി. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അപ്പോഴത്തേക്കും ജയനും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്ക് തോന്നുന്ന സമയത്ത് തന്നെ അവർ എല്ലാം പറഞ്ഞു തീർക്കട്ടെ, അല്ലാതെ നമ്മളായിട്ട് ഇനി അതിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അജയനും പറയുകയാണ് എന്തായാലും അവർ കൊള്ളാമല്ലോ, അകത്ത് കീരിയും പാമ്പോട്ട് നിന്നിട്ട് പുറത്ത് നല്ല അമ്മായിയമ്മയും മരുമകളും ഭയങ്കര സ്നേഹത്തിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയണം അപ്പോൾ ഇവള് അമ്പലത്തിലെന്നും പറഞ്ഞിട്ട് പോണത് അത്രയും നയനമ്മയുടെ വീട്ടിലായിരുന്നല്ലേ, അതിനാണ് അവൾ പിറകെ നടന്ന് മോളെ പിറകെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എങ്കിലും അവർ തമ്മിൽ ഒരുമിച്ചതിൽ സന്തോഷമുണ്ട് എല്ലാവർക്കും. പക്ഷേ നയന ഇങ്ങനെ അടുത്തായിട്ട് കാണിക്കുക ജലജയും അനാമികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ മിററിലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്തേക്ക് അവിടേക്ക് അനാമിക വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് മോളെ എവിടെ പോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്നതെന്നല്ല, ഇവിടെ തന്നെ ഒരേ കണക്കിന് ഇരുന്ന് വട്ട് പിടിക്കും. ഞാനും അനിയോടൊപ്പം പുറത്തോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവ എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയണ അനി പോയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി അവനെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത് എന്നിങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് ഹാളിൽ എല്ലാവരും ഇരുന്നത് കൊണ്ട് അവൻ പുറകുവശത്ത് കൂടി പോയത്, ബൈക്കിൽ പോയത് ഞാൻ കണ്ടായിരുന്നു. മുകളിൽ നിന്ന് വരാന്തയിൽ നിന്ന് ഞാൻ കണ്ടായിരുന്നു അവൻ പോകുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ പോവുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് എത്ര നല്ലതായിട്ട് ഞാൻ ജീവിച്ചത്, എൻ്റെ കല്യാണം കഴിഞ്ഞതുകൂടെ എൻ്റെ ജീവിതം തന്നെ നശിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ അനാമിക കുറേ പരാതിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് മോള് കുറച്ചുകൂടെ ഒന്ന് നിയന്ത്രിക്കാനുള്ളതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എത്ര നിയന്ത്രിച്ചാലും അവൻ അവൻ്റെ രീതിക്കല്ലേ പോകത്തുള്ളൂ, എന്നെ അവന് ഇഷ്ടമല്ലല്ലോ, എൻ്റെ ജീവിതമേ നശിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്നിട്ട് ദേഷ്യം വന്ന് അനാമിക അങ്ങ് പോവുകയാണ് ചെയ്യുക. എന്തായാലും അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അവിടെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഉടനെ പോകും എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്.
അടുത്തായിട്ട് അനിയാണ് കേട്ടോ കാണിക്കുക. അനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് നന്ദു മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ എവിടെ വീടിൻ്റെ പുറകെ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് പോലും അവിടെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി വല്യമ്മയൊക്കെ അവിടെ അടുത്ത് നിൽപ്പുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ അനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അവളെ ഒന്ന് കാണാതെ പോവാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അത് തന്നെയായിരിക്കും അവളും ചിന്തിക്കുന്നത്. എന്തായാലും അവളെ കണ്ടിട്ടേ ഉള്ളൂ കാര്യം. പിന്നെ എന്തിനാ വല്യമ്മ അവിടെ വന്നത്, അവരെയൊക്കെ വെറുക്കുന്നതല്ലേ, പിന്നെ എന്തിനാ വല്യമ്മ ഇങ്ങനെ അങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ അനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുക നന്ദുവിനെയും ദേവയാനിയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് പോകുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പോകുന്നുണ്ട്, ഇപ്പോൾ പോകാൻ സമയമായപ്പോൾ പോകണ്ടെന്നായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോള് പോകുമ്പോൾ ഇത്രയും വിഷമം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഇവിടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മോള് പോയിട്ടൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ടല്ലേ വരുന്നത്, അപ്പോഴത്തേക്കും മോളെ കല്യാണമൊക്കെ ഉടനെ നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, ഞാൻ അതിനൊന്നും തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ് മോള് ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അനി മോളുടെ പിറകെ ഒരിക്കലും വരില്ലല്ലോ, വേറൊരാളെ ഭാര്യയാവുകയല്ലേ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ക്യാമ്പിൽ പോയാൽ ഇനിയിപ്പോൾ എന്നെ കാണാനൊന്നും വിളിക്കാനൊന്നും വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി നന്ദാവനത്തിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും വന്നിട്ട് ഇങ്ങനെ ഹെൽമെറ്റൊക്കെ ഊരി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും ഞാൻ എന്തിനാ കള്ളന്മാരെ പോലെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് വന്നിറങ്ങിയിട്ട് വിചാരിക്കുകയാണ് എല്ലാവരും ഞങ്ങളെ രണ്ടുപേരെയും വിലക്കിയതാണ്, പക്ഷേ എനിക്കൊരിക്കലും അവളെ കാണാതിരിക്കാൻ പറ്റില്ല, എന്തായാലും കണ്ടിട്ടേ പോകണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനി ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നയനയും നവിയും ഗോവിന്ദനും കനകയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നയന പറയുകയാണ് നന്ദു പോകുന്ന സമയത്ത് അവളെ സന്തോഷത്തോടെ വേണം യാത്രയാക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്ന ആൾക്ക് ഒരിക്കലും ഒരു സങ്കടം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നല്ല സങ്കടത്തിലാണ്, കാര്യം നന്ദു പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അനി അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അനിയെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് ചെയ്യുക, അയ്യോ അനിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ കനകയും ഗോവിന്ദനൊക്കെ ഇനി പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല നന്ദു പോവല്ലേ, അതുകൊണ്ട് നന്ദുവിനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അതേസമയം തന്നെ നന്ദുവിനെയും പിടിച്ചുകൊണ്ട് ദേവേനെ നല്ല സന്തോഷത്തോടെ റൂമിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് അനി കാണുന്നുണ്ട് കേട്ടോ. അനിയും ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്, ഇതെന്തായി കാണുന്നതെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ദേവയാനി അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ ചെയ്യുക അനിയെ കാണുമ്പോൾ. ഇതോടെ കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.